സജീവം സാധുതം പരിചയസേതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാകൃഷ്ണപാദം സാധുശാഖാനിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്തദേ ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസ്തേ ദേവി പ്രണമാമി ഹരിപ്രിയ വാഞ്ചാകൽപതൃഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോശ്വര കൃഷ്ണ സ്വാമി ആചാര്യപാകായനി കൃപാകായനി പൂർവകാകാമകായനി ഗ്രഹകാമകായനി നമോശ്വരായ കൃഷ്ണ ബുദ്ധി ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമേ നമസ്തേ. സരസ്വതി ദേവി പൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പശ്ചാത്യദേശിതായിനി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് കൃഷ്ണ ബുക്കിലെ 9ാമത്തെ ചാപ്റ്റർ, അതായത് ഉലൂഖല ബന്ധനാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. അപ്പോ നല്ലൊരു കഥയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം ഇത്. കാരണം ദാമോദര മാസം നമ്മൾ ഒരു മാസം മുഴുവൻ ഈ കഥ മാത്രമാണ് കേൾക്കുന്നത്, അല്ലെ? ഓരോരുത്തരും ഓരോ തരത്തില് പറയുന്നു. നമ്മൾ പുതിയതുപോലെ നവം അല്ലെ, പുതിയതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും ആ കഥ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഇപ്പോഴതാ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ പോവാണ്. ദാമോദര മാസത്തിലും ഒരു മാസം മുഴുവൻ നമ്മൾ 1, 2, 3 തവണ ഈ കഥ കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഭഗവാന്റെ ഉലൂഖല ബന്ധനം എന്ന കഥ കേൾക്കാം. അപ്പൊ ഒരു ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഒരു ദിവസം അവിടെ യശോദാമ്മയുടെ വേലക്കാരി ഭയങ്കര ബിസിയാണ്. അപ്പൊ അന്ന് യശോദാമ്മ വിചാരിച്ചു, ഞാൻ തന്നെ എൻ്റെ കണ്ണന് തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കാം എന്ന് കരുതി. അപ്പൊ തൈര് കളഞ്ഞ് വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് നമുക്കറിയാം യശോദാമ്മ ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിയാറുണ്ട്. അപ്പോ കണ്ണൻ ഉറങ്ങാണ്, കണ്ണൻ അവിടെ ഇല്ല. അപ്പൊ യശോദാമ്മ കണ്ണുകൾ അടച്ച് ഇത്രയും നല്ല ഒരു മകനെ പുത്രനായി കിട്ടിയല്ലോ എന്ന് ചിന്തിച്ച് മകന്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കുസൃതികളും ഭഗവാന്റെ ലീലകളും എല്ലാം ആലോചിച്ച് ഒരു പാട്ട് രൂപത്തിൽ, ഒരു സങ്കീർത്തന രൂപത്തിൽ പാടി കണ്ണടച്ചിരുന്ന് പാടിയാണ് ഭഗവാന് വേണ്ടി ഈ വെണ്ണ ഉണ്ടാക്കുന്നത്. ഉലൂഖല ബന്ധനത്തില് ഈ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പൊ നമ്മളറിയാം, നമ്മൾ ചില വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്ഥിരം ഒക്കെ ഭഗവാന് ഭോഗയുണ്ടാക്കി ഭഗവാനെ നിവേദിക്കുന്നവര് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല വിശേഷ ദിവസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ദിവസവും ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മളിതൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് യശോദാമ്മ നമുക്കിപ്പോ പഠിപ്പിച്ചു തന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന് നമ്മളെ നിവേദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് സ്മരണയിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എങ്ങനെയാണ് വെണ്ണ യശോദാമ്മ ഭഗവാന് വെണ്ണ കടയുന്നത്? പൂർണ്ണമായി കണ്ണടച്ച് പൂർണ്ണമായി ഭഗവാനെ തന്നെ ആലോചിച്ച് ഭഗവാന്റെ ലീലകൾ പാടിയാണ് യശോദാമ്മ ഭഗവാന് വേണ്ടി വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മളും ചെയ്യണം. പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പം നമ്മള് ഭഗവാൻ എന്തെങ്കിലും നിവേദ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഭഗവാനിൽ അബ്സോർബ്ഡായി പൂർണ്ണമായും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മള് പ്രസാദം ഉണ്ടാക്കാൻ. നമുക്ക് ഒരുപാട് കഥകൾ അറിയാം ഇതിനെയായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പൊ നമുക്കറിയാം, ജഗന്നാഥപുരിയിലെ
കാജ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം, കാജയുടെ കഥ അറിയോന്നറിയില്ല. കാജ എപ്പോഴും അവിടുത്തെ വളരെ വിശിഷ്ടമായ ഒരു പ്രസാദമാണ് പുരി ജഗന്നാഥിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ. കാജ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് തന്നെയാണ് പ്രസാദത്തിന് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഇഷ്ടത്തോടു കൂടി ഭഗവാൻ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമുണ്ട്. പക്ഷെ ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് എന്താ അമ്പലത്തിലേക്ക് കടക്കാനോ ഭഗവാൻ അത് നിവേദിക്കാനോ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇത്രയും സ്വാദിഷ്ട, ആ കാജ ഉണ്ടാക്കുമ്പോ തന്നെ ആ പുരി മുഴുവൻ അതിന്റെ ആ സുഗന്ധം നിറയാൻ, നല്ല മണം നിറയും എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ എന്ത് അനുഗ്രഹമാണ് കൊടുത്തത്? എനിക്ക് ഈ കാജ എന്ന് പറയുന്ന പ്രസാദം എനിക്ക് അവിടെ കൊടുന്ന് നിവേദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എന്താണ് ചട്ടിയിൽ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോ തന്നെ അതിന്റെ മണം ഭഗവാൻ എടുക്കുമ്പോ തന്നെ അത് ഓഫർ ചെയ്തതിന് തുല്യമാണ്. അത് ഇനി പ്രത്യേകിച്ച് ഇനി നിവേദിക്കേണ്ട ആവശ്യമില്ല. ആ മണം കേൾക്കുമ്പോഴേ ഭഗവാൻ അവിടേക്ക് ഓടി വന്ന് ആ പ്രസാദം കഴിച്ചതിന് തുല്യമാണ്. അപ്പൊ അത് ഓഫർ ചെയ്യാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസാദമാണ് പുരിയിൽ കാജ. നമുക്കറിയാം. അപ്പൊ പ്രസാദത്തിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകതയാണത്. നമ്മൾ എത്രത്തോളം ഭഗവത് സ്നേഹത്തോടും ഭഗവാനെ ഇഷ്ടത്തോടും കൂടിയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മൾ ഉണ്ടാക്കുന്നത് എത്രത്തോടെ ചില സമയത്ത് അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടെ ആണ് ഭഗവാൻ അത് ഉണ്ടാക്കുന്നതെങ്കിൽ, അത്രയും ഇഷ്ടത്തോടു കൂടെ ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കാൻ ഉറക്കില്ല. ഭഗവാൻ അവിടുന്ന് ഓടി വന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും കഴിക്കുന്നതാണ് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു മുത്തശ്ശി, ഇതുപോലെ നമുക്കറിയാം പുരിയിൽ നടന്ന സംഭവം തന്നെ. ഒരു മുത്തശ്ശി എന്നും ഇത് എന്താണ് കിച്ചടി ഉണ്ടാക്കുമായിരുന്നു. മുത്തശ്ശി സാദാ പോലെ കുറച്ച് പരിപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. പക്ഷെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ കിച്ചടി ഉണ്ടാക്കാനുള്ള ആരോഗ്യ മുത്തശ്ശിക്കുള്ളൂ. അപ്പൊ ആ കിച്ചടി വളരെ സ്നേഹത്തോടു കൂടിയാണ് ഭഗവാനെ നിവേദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എത്ര ഐറ്റം ആണ് നമുക്കറിയാം, പുരിയിൽ എത്ര ഐറ്റം, ഒരുപാട് ഐറ്റംസ് ഭഗവാന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വിശിഷ്ടമായി ഭഗവാന് തോന്നുന്നത് എന്താണ്? ഈ ഒരു നിവേദ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഓടി വരുന്ന രത്നസിംഹാസനത്തിൽ നിന്ന് ഭഗവാൻ ഓടി വന്ന് ഈ മുത്തശ്ശി അത് ഉണ്ടാക്കുന്നത്, വേവുന്നത് കാത്തിരിക്കുന്നാണ് പറയുന്നത്. അത് വെന്തുടനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ നേരം വൈകി എന്നൊക്കെ ചോദിച്ച് കാത്തിരുന്ന് കഴിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രസാദം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര പ്രാധാന്യമുണ്ട്. നമ്മൾ എത്രത്തോളം ഇഷ്ടത്തോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്, അത്രത്തോളം ചിലപ്പോൾ ഭഗവാൻ അവിടെ നിന്ന്, നമ്മുടെ ആൾക്കാരിൽ നിന്ന് എണീറ്റ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഭഗവാൻ അത് കഴിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം നടന്നത്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത്രയും സന്തോഷത്തോടു കൂടി ഭഗവാന്റെ പാട്ടുകൾ പാടി കീർത്തനങ്ങൾ ചൊല്ലി യശോദാമ ഉണ്ടാക്കിയപ്പോൾ ഉറങ്ങാൻ പറ്റില്ല ഭഗവാന്. ഭഗവാന്റെ കീർത്തനങ്ങളും ലീലകളും കേൾക്കുമ്പോൾ എവിടെയാണ് അത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ ഓടി വന്ന് അവിടെ ഇരിക്കുന്നതാണ് പറയുന്നത്. മാത്രമല്ല ഭഗവാന്റെ കീർത്തനങ്ങൾക്ക് അതിനേക്കാൾ സവിശേഷതയുണ്ട്. ഇപ്പൊ എന്താ പറയാ, ജീവനില്ലാത്തവ പോലും ആ ലീലയിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ യശോദാമ ഭഗവാന്റെ ലീലകൾ പാടി വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വെണ്ണ ഇങ്ങനെ കടയുക എന്നുള്ളത്. വെണ്ണ കടയുന്ന സമയത്ത് കടക്കൂലിനൊരു സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആഭരണങ്ങൾ, ഒരുപാട് ആഭരണങ്ങൾ യശോദാമ അണിഞ്ഞിട്ടുണ്ടാവും. ആ ആഭരണങ്ങളുടെ കിലീലാ ശബ്ദങ്ങൾ ഉണ്ടാവും. അപ്പൊ യശോദാമ പാടുന്ന പാട്ടിന് ട്യൂണ് അതിനൊപ്പമാണ്, അതിനൊരു ട്യൂണ് പോലെ ആണ്. ആ ട്യൂണിനനുസരിച്ചാണ് നമ്മുടെ യശോദാമയുടെ കയ്യിലെ ആഭരണങ്ങളുടെ ശബ്ദവും കടക്കോലിന്റെ ശബ്ദവും ഒക്കെ ഉണ്ടായിരുന്നതെന്ന്. അവരെല്ലാവരും ഈ പാട്ടിൽ ഈ കീർത്തനത്തിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ തോന്നും എന്നാണ് പറയുന്നത്. ആചാര്യന്മാർ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ വർണ്ണിക്കുന്നത്. മാത്രമല്ല ഇത്രയും ഒരു മിനിറ്റ്, ഹരികൃഷ്ണ. മാത്രമല്ല
ഇത്രയും മനോഹരമായിട്ട് എന്താണ് ഭഗവാൻ ഇത്രയും ലയിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനം പാടിയത് കൊണ്ട് തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ ഭഗവാൻ എണീറ്റ് വേഗം യശോദാമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എവിടെയാണ് എന്റെ കീർത്തനം, അവിടെ ഞാൻ ഉണ്ടാവും എന്നാണ് അല്ലെ. ഭഗവാൻ അവിടെ ഉണ്ടാവും. ലീലകൾ എവിടെയാണ് പറയുന്നത്, അതിന്റെ ഇടയിലാണ് ഭഗവാൻ എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ ഭഗവാൻ അവിടുന്ന് ഓടി വന്നു. മാത്രമല്ല ആ നമുക്കറിയാം അമ്മമാരെങ്ങനെയാന്നുള്ളത്. ഈ പാല് കൊടുക്കുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് അതറിയുന്നുണ്ടാവും. കാരണം നമ്മുടെ കുട്ടികളെ കുറിച്ച് കുട്ടികളെ പെട്ടെന്ന് കാണാതെയാവുക അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് ചെറുതായി ഓർത്താൽ തന്നെ അമ്മമാരുടെ പാല് ചുരന്നു പോകുന്നാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണനെ പോലെയുള്ള ഇത്രയും കുസൃതിയായ ഒരു കുട്ടിയെ യശോദാമ്മ ഓർക്കുമ്പോഴുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റിറ്റായി പാല് ചുരന്നു പോവുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഭഗവാൻ അവിടുന്ന് ഓടി വരുന്നത്. അപ്പൊ ഭഗവാന്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഉണ്ണിമാരുടെ മുഖം കണ്ടാൽ തന്നെ അവർക്ക് വിശന്നിട്ടാണോ എന്ത് തരത്തിലുള്ള കരച്ചിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് കിണുങ്ങിണ് കണ്ടപ്പോ യശോദാമ്മയ്ക്ക് മനസ്സിലായി ഇതിന്റെ ഉണ്ണിക്ക് വിശന്നിട്ടുള്ള വരവാണ്. അങ്ങനെ വേഗം തന്നെ ഈ കടച്ചിലൊക്കെ നിർത്തി വേഗം തന്നെ ഭഗവാനെ മടിയിലിരുത്തി വെച്ച് മടിയിൽ കെടുത്തി പാല് കൊടുക്കുകയാണ് യശോദാമ്മ. പാല് കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, കണ്ണടച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പാടിക്കൊണ്ടാണ് പാല് കൊടുക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ശ്രദ്ധ തെറ്റിയത്. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, അയ്യോ അടുക്കളയിൽ ഞാൻ ഭഗവാന് കൊടുക്കാനുള്ള പാൽ അടുക്കളയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോ തിളച്ചു പോകുന്നതിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണ് യശോദാമ്മ. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാൻ അവിടെ വെച്ചിട്ട് ഓടുകയാണ്. അപ്പൊ ഈ പ്രസാദം ഇങ്ങനെ പാലിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഒരു ബ്രേക്കായി. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, ഉണ്ണികൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പൊ ഭഗവാനോ, കുറുമ്പനായ ഭഗവാനോ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആചാര്യന്മാര് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെച്ചിരിക്കുന്ന പാല്, അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാലിനെ കുറിച്ചും ഒരു കഥ മെനഞ്ഞിട്ടുണ്ട്. അടുപ്പത്തിരിക്കുന്ന പാല് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് തടച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന് സർവീസ് ചെയ്യാണ്, ഇത് ഭഗവാന് കുടിക്കാനുള്ള പാലാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു പാല്. പക്ഷെ എന്ത് സംഭവിച്ചു, ആ സമയത്താണ് യശോദാമ്മ എടുത്ത് യശോദാമ്മ പാല് കിട്ടുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ആർക്ക് സഹിക്കാൻ വയ്യ, അടുപ്പത്തിരിക്കണ പാലിന് സഹിക്കാൻ വയ്യാതെ സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്. അടുപ്പിലേക്ക് വീണ് ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണ് പാല് തളച്ചു മറിയുന്നതിനെ ആചാര്യന്മാർ വർണ്ണിച്ചത്. അത് കഴിഞ്ഞ് യശോദാമ്മ പോയത് അങ്ങോട്ട് കണ്ടപ്പോ വളരെ ദേഷ്യം വന്നു. ആർക്ക്, നമ്മുടെ കൃഷ്ണന് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു, എന്നെ വിളിച്ചിരുത്തി മടിയിലിരുത്തി പാല് തന്നിട്ട് എന്നെ പറ്റിക്കേ, ഇതിപ്പോ നടക്കണ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കുസൃതി ഒപ്പിക്കണ്ടേ. അപ്പൊ അവിടെ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ആ കാലം അപ്പൊ തന്നെ പൊട്ടിച്ചിട്ട് നേരെ പോവാണ്. ഇതൊക്കെ വെണ്ണയൊക്കെ ഉറിയില് ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മൂപ്പര് അങ്ങോട്ട് നടന്നു പോവാണ്. പക്ഷെ പാവം ഒരു കാര്യം അറിഞ്ഞില്ല, ഈ വെണ്ണയിലും തൈരിലും ഒക്കെ ചവിട്ടിയിട്ടാണ് ആര് പോയിട്ടുള്ളത്, ഭഗവാൻ പോയിട്ടുള്ളത്. അപ്പൊ ആ പോയ വഴിയൊക്കെ ഭഗവാന്റെ കാൽപാദങ്ങൾ ഇങ്ങനെ പതിഞ്ഞുകൊണ്ട് ആണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് ഇതുപോലെ ഒരു മരത്തിന്റെ ഉരല് കിടക്കണ്ട, അതിന്റെ മേലെ കയറി നിന്ന് വെണ്ണയൊക്കെ എടുത്ത് അവിടെയുള്ള കുരങ്ങന്മാർക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ആരുടെ പണി, ഭഗവാന്റെ പണിയായിരുന്നു. അപ്പൊ ഈ സമയം യശോദാമ്മ പാലൊക്കെ ഇറക്കി വെച്ച് സാവധാനം ഇറങ്ങി വന്ന് നോക്കുമ്പോ ഈ വെണ്ണക്കലും ഇല്ല, ഒന്നുമില്ല, ആകെ പൊട്ടിച്ചു കിടക്കണം. അപ്പൊ കുസൃതി ഇത് ചെയ്തത് കണ്ടിട്ട് വളരെ ദേഷ്യം വന്നു. യശോദാമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, ദേഷ്യം വന്നു. അപ്പൊ യശോദാമ്മ ഭഗവാൻ എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. പോണ വഴിയിൽ എന്ത് സംഭവിച്ചു, അവിടെയൊന്നും കാണുന്നില്ല. പക്ഷെ ഈ ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു കാൽപാദങ്ങൾ ഉള്ളത് കൊണ്ട് അത് നോക്കി ഇങ്ങനെ നേരെ പോയപ്പോ കയറി നിൽക്കുന്നു ഉരുളിയുടെ മേലെ, ഉരലിന്റെ മേലെ ഭഗവാൻ ഇങ്ങനെ കയറി നിന്ന് വെണ്ണയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്, കുരങ്ങന്മാർക്കൊക്കെ കൊടുക്കുകയാണ്, ദാനം ചെയ്യാണ്. അപ്പൊ ആ സമയത്താണ് യശോദാമ്മ വരുന്നത്. അപ്പോ ഭയങ്കര പേടിയായി കണ്ണന്, സഹിക്കാൻ പറ്റാണ്ടായി. അപ്പൊ കണ്ണൻ അവിടുന്ന് ഇറങ്ങി ഓടുക, യശോദാമ്മയുടെ കണ്ണിൽ പെടാണ്ട് ഓടാന്ന് വിചാരിച്ചിട്ട് ഓടുമ്പോ എന്താ സംഭവിച്ചത്, യശോദാമ്മയും പിന്നാലെ ഓടുക. പക്ഷെ യശോദാമ്മയ്ക്ക് കണ്ണന്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല.
കാരണം നമുക്കറിയാം എത്ര വലിയ കുസൃതിയാണ് കണ്ണൻ എന്നുള്ളത്. പിടിക്കാൻ സമ്മതിക്കുന്നില്ല. യശോദാമ്മയെ പിടിക്കാൻ സമ്മതിക്കാണ്ട് ഓട്ടാണ്. എന്നാലോ കണ്ണിലേക്ക് നോക്കുമ്പോ കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞിരിക്കണു പേടിച്ചിട്ടേ. ഒരിക്കൽ കുന്തിസ്തുതിയിൽ പറയുന്നുണ്ട്, ഈ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. എനിക്ക് സംശയമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് മനുഷ്യനും സംശയം തോന്നും. കാരണം ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്ന കണ്ണന്റെ കണ്ണ് കരഞ്ഞ് കലങ്ങി കൺമഷി എല്ലാം എല്ലായിടത്തും പരന്ന് പേടിച്ച് നിൽക്കുന്ന ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊരു സാധാരണ കുട്ടിയെന്നല്ലേ വിചാരിക്കുള്ളൂ. ആരും തെറ്റിദ്ധരിക്കണേന് അത്ഭുതമില്ലല്ലോ എന്നാര് പറയുന്നുണ്ട്? കുന്തിദേവി കുന്തിസ്തുതിയിൽ പറയുന്നുണ്ട്. ആ കണക്കാണ് ഭഗവാൻ പേടിച്ചോടുന്നത്. ഈ പേടിച്ചോടുന്നത് കണ്ടപ്പോ ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഭഗവാനെ പിടിക്കാൻ വേണ്ടി യശോദാമ ഓടുന്ന് കണ്ടപ്പോ ദേവലോകത്തു നിന്നൊക്കെ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയണത്. ഇത്രയും വലിയ അത്ഭുതം ഇനി പറയാണ്ടോ? അപ്പോ മാത്രല്ല തലയിലിരുന്നിരുന്ന യശോദാമ്മയുടെ തലയിൽ ഒരു പൂ ചൂടിയിട്ടുണ്ടായിരുന്നു, മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മുല്ലപ്പൂ ആലോചിക്കുക അത്രേ, ഈ മുല്ലപ്പൂ എനിക്ക് ഇവിടെ ഇരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഭഗവാനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരാളുടെ തലയിലിരിക്കാനൊന്നും എനിക്ക് യാതൊരു യോഗ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് മുല്ലപ്പൂവ് അവിടുന്ന് മെല്ലെ താഴേക്ക് കൊഴിഞ്ഞ് എങ്ങോട്ട് വീണു? യശോദാമ്മയുടെ കാൽപാദത്തിലേക്ക് വീണു എന്നാണ് പറയണത്. എന്നിട്ട് തൊഴുതു. അത്രയും വിശിഷ്ടമായ വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയുള്ളൂ അല്ലെ. അങ്ങനെ കുറെ ഓടിയപ്പോ ഭഗവാൻ തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയാണ് നിൽക്കുന്നത്? കണ്ണൻ അത്ര സന്തോഷത്തിലൊന്നുമല്ല, പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ യശോദാമ്മയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. മോനല്ലേ, ഞാൻ ഈ വടി എടുത്ത കാരണമായിരിക്കും ഇതിന് ഇത്ര പേടി, പാവം. അപ്പൊ ഈ വടി കളയാൻ, എന്റെ മോന്റെ പേടി അങ്ങോട്ട് മാറ്റാം എന്ന് പറഞ്ഞിട്ട് വടിയൊക്കെ കളയും. അപ്പൊ മോന് പേടിയായാലോ, ഇനി വല്ലതും സംഭവിച്ചാലോ എന്നുള്ള പേടി. കാരണം യശോദാമ്മ വേറെ ഒരു വലയത്തിലാണുള്ളത്. യശോദാമ്മ ഒരിക്കലും ഭഗവാനെ കാണുന്നത് സ്വന്തം ഒന്നിനും എന്താ പറയാ അത്രയും ഒരു ഭഗവാനായിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരു കുട്ടി, ഓമനത്തമുള്ള ഒരു കുഞ്ഞെ എന്നുള്ള നിലയിൽ മാത്രമാണ് യശോദാമ്മ കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വിചാരിച്ചു ഇതിന് എന്തായാലും ഒരു ശിക്ഷ കൊടുക്കണം. ഇത്രയും വലിയ കുസൃതിയൊക്കെ ചെയ്തിട്ട് ഒരു ശിക്ഷയും കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? യശോദാമ്മ മെല്ലെ ഭഗവാനെ പിടിച്ച് അവിടെ അടുത്ത് ഒരു വലിയ ഉരല് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഉരലുമ്മ കൊണ്ടുപോയിട്ട് ഭഗവാനെ കെട്ടിയിടാന്ന് കരുതുകയാണ്. അങ്ങനെ ഭഗവാനെ കെട്ടിയിടാൻ നോക്കുമ്പോ കിട്ടാൻ പറ്റുന്നില്ല. ഭഗവാനെ കെട്ടാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാനെ എത്ര കയറ് വെച്ച് കെട്ടിയിട്ടും ഗോപികമാര് കുറെ ഹെൽപ്പ് ചെയ്തു. ഭഗവാനെ കെട്ടാനായിട്ട് കുറെ വേറെ കയറുകൾ കൊടുന്നു കൊടുത്തു, ഹെൽപ്പ് ചെയ്തു. അപ്പോ എത്ര ഹെൽപ്പ് ചെയ്തിട്ടും എന്തോ ഒരു 2 ഫിംഗറിന്റെ ഒരു ഗ്യാപ്പ് വരികയാണ്, തീരെ കെട്ടാൻ പറ്റുന്നില്ല. അപ്പൊ കുറെ പ്രയത്നിച്ചു നോക്കി. അവസാനം ഈ പ്രയത്നം കണ്ട് പാവം തോന്നി, ഭഗവാന് കരുണ തോന്നി യശോദാമ്മയോട്. എന്നിട്ട് കെട്ടാൻ സമ്മതിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമുക്ക് വേണം. നമ്മള് വെറുതെ പ്രയത്നിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രയത്നം വളരെ അത്യാവശ്യമാണ്. ഭഗവാന്റെ സേവനം എന്നുള്ള നമ്മള് ഭഗവാന്റെ സേവനം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജപം അത് മാത്രം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കറിയാം എന്തോരം എഫേർട്ട് ഉണ്ട് അതിൽ. ഒരു റൗണ്ട് ജപം തന്നെ കോൺസെൻട്രേഷൻ പോവാതെ കൃത്യമായി നമുക്കത് ചെല്ലാൻ എനിക്ക് തോന്നുന്നു വളരെ ഒരു വലിയ എഫേർട്ടാണ് അത്. ആ ഒരു തവണ ജപം എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ എഫേർട്ടാണ്. നമ്മുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നാമിന്നെ പോലെ ഓടി ഓടി പോകുന്ന മനസ്സിനെ പിടിച്ചു കെട്ടി തിരിച്ചു കൊടുന്ന് ഭഗവാനെ സ്മരിച്ച് ഒരു തവണ ജപിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ 16 റൗണ്ട് ഇതുപോലെ ജപിക്കുന്നത് അതിനേക്കാൾ അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും രാവിലെ കിടന്നുറങ്ങാൻ ഒരുവിധം എല്ലാ ആൾക്കാർക്കും നല്ല ഇഷ്ടമായിരിക്കും രാവിലെ കിടന്നുറങ്ങാൻ. എല്ലാവർക്കും കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന സമയം. അപ്പൊ ആ സമയത്ത് ഉറങ്ങാതെ ആ സമയം ഭഗവാന് വേണ്ടി കണ്ടെത്തി
ആ സമയം ഭഗവാന് വേണ്ടി കണ്ടെത്തി വളരെ എന്താ പറയാ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ച് പിന്നെ അതുപോലെ തന്നെ ഭഗവാനെ മനോഹരമായി അലങ്കരിച്ച് ഭഗവാൻ ആരതി ചെയ്ത് ഭഗവാനെ പ്രസാദമുണ്ടാക്കി ഭഗവാന് കൊടുത്ത് ആ പ്രസാദത്തിന്റെ ഉച്ഛിഷ്ടം നമ്മൾ കഴിച്ച് ഇതൊക്കെ എഫേർട്ട് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ആ എഫേർട്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് കാണും. ഇപ്പോ യശോദാമ ഒരുപാട് എഫേർട്ട് എടുത്തു ആ കയറ് കെട്ടാനായി. ആ എഫേർട്ട് ഭഗവാൻ കണ്ടതുപോലെ തന്നെ നമ്മൾ സിൻസിയറായി ഭഗവാന് സേവനം ചെയ്യുന്നത് ഭഗവാൻ തീർച്ചയായും കാണാതിരിക്കില്ല. സിൻസിയറായി നമ്മൾ ചെയ്യണം, അത് കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യണം. അതായത് ഇന്ന് ഞാൻ ഭഗവാൻ എല്ലാം ചെയ്തല്ലോ, നാളെ എനിക്ക് ലീവ്, അത് കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ ഭഗവാൻ എല്ലാം ചെയ്യാം, അതിന്റെ അപ്പുറത്തെ ദിവസം എനിക്ക് ലീവ്. അങ്ങനെയല്ല. അങ്ങനെ ഒരു മടിയോ അങ്ങനെയുള്ള ഒരു ബോധമോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവാൻ എന്താണ്, ഭാവഗ്രാഹി ജനാർദ്ദന, നമ്മുടെ ഭാവത്തെയാണ് ഭഗവാൻ നോക്കുന്നത്. മാത്രമല്ല ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ മൈന്യൂട്ടായ മടികളെ പോലും മനസ്സിലാക്കാൻ ഭഗവാന് കഴിയും. ഭഗവാന് തീർച്ചയായും മനസ്സിലാവും നമ്മൾ ഇഷ്ടത്തോടു കൂടിയാണോ ഇത് ചെയ്യുന്നത് അല്ലെ ഇഷ്ടമില്ലാതെയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഭാവം വളരെ പ്രധാനമാണ്. പുറമേക്ക് കാണിക്കാനുള്ള ഭാവമായാലും കാര്യമില്ല, ആ ഭാവം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാവണം. അപ്പൊ മാത്രമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. അപ്പൊ മാത്രമാണ് ഹൃദയസ്ഥാനത്തിരിക്കുന്ന ഭഗവാൻ അത് കൃത്യമായി അത് സിൻസിയർ ആണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പുറമെ ആർക്ക് വേണ്ടിയും നമ്മുടെ പരിശ്രമങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പരിശ്രമം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണാവബോധത്തിലെ ഇതൊരു പണിയാണ്, ഇതെനിക്ക് കാലത്ത് മുതൽ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലല്ലാതെ വൃന്ദാവനത്തിൽ എല്ലാവരും എങ്ങനെയാന്ന് പറയുന്നത്, ഭക്തി ചെയ്യുന്നത് സ്പോണ്ടേനിയസ്, അതിങ്ങനെ വരും. നമ്മൾ പ്രത്യേകം വൃന്ദാവനത്തിലുള്ള ആളുകൾ ഒരിക്കലും ഇത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഇത് പരമദിവ്യോത്തമ പുരുഷനാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അവബോധത്തിലല്ല അത്ര ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ വരികയാണ് ഭഗവാന് വേണ്ടി. അത് അവരുടെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളും ഇതിങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചട്ടക്കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകണമെന്നല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരണം. രാത്രി കിടന്നുറങ്ങുമ്പോ നമുക്ക് തോന്നണം, നാളെ കാലത്ത് എണീറ്റിട്ട് ഇതൊക്കെ ചെയ്യണ്ടേ, തുടയ്ക്കണം, അടിക്കണം, കുളിക്കണം കാലത്ത് എണീറ്റ്, അങ്ങനെയുള്ള ഒരു അയ്യോ ചിന്തയല്ലാതെ നാളെ കാലത്ത് എനിക്ക് എഴുന്നേക്കണം, ഭഗവാന് ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യണം, ഭഗവാനെ ഏത് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണം, ഇന്ന് ഏത് പൂ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം, ഏത് ഡ്രസ്സ് ഇടണം, അങ്ങനെ ഒരു മാനസികമായി നമ്മളെ കുട്ടികളെ ഒരുക്കുന്നത് അങ്ങനെയല്ലേ. നമ്മുടെ സ്വന്തം കുട്ടികളെ ഒരുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെയായിരിക്കും. ഏത് ഡ്രസ്സ് ഇടുക, ഇന്ന് മഞ്ഞ ഡ്രസ്സ് ഇട്ടാലാ ഭംഗി, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കണ്ണ് എഴുതിയാലോ വാലിട്ട് എഴുതണോ, എങ്ങനെ എഴുതിയാലാ ഭംഗി, അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭഗവാനെ ഒരു എഫേർട്ട് എന്നതിലുപരി അത് നമ്മുടെ കുട്ടികളെ ഒരുക്കുമ്പോൾ നമ്മൾ എത്ര സിൻസിയർ ആണോ, അതേപോലെ ഭഗവാന്റെ പ്രവർത്തനങ്ങള് ഭഗവാന്റെ സേവകൾ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും സിൻസിയറായി ചെയ്തു കഴിഞ്ഞാൽ ആ എഫേർട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലായിരിക്കാം ചിലരൊക്കെ ഇത് ചെയ്യുന്നത്. അവരെ സ്പെഷ്യലായി ഭഗവാൻ കെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ പറയും ബുദ്ധിമുട്ടിന്റെ ഉള്ളിൽ ചെയ്യണ്ടേ എന്നുള്ളതല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ സ്പെഷ്യലി അവരെ കെയർ ചെയ്യും. സ്പെഷ്യലായി ഭഗവാൻ അവരോട് ഇഷ്ടം തോന്നും. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്യുന്നവരല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പലതരത്തിലുള്ളവരുണ്ട്. പക്ഷെ എങ്ങനെയുള്ളവരായാലും നമ്മള് ഭയങ്കര സിൻസിയറായി ഓട്ടോമാറ്റിക് ആയിട്ട്, ഒരാൾ ഫോഴ്സ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് ചെയ്യാനുള്ള ഒരു ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാകണം. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ എഫേർട്ടിലൂടെ മാത്രം നമുക്ക് ഒരിക്കലും ഭഗവാനിൽ എത്തിപ്പെടാൻ പറ്റില്ല. രണ്ടാമത് നമുക്ക് വേണ്ടത് ഭഗവാന്റെ കരുണയാണ്. നമ്മളുടെ എഫേർട്ട് സിൻസിയർ ആണെങ്കിൽ ഭഗവാന്റെ കരുണ കിട്ടാൻ യാതൊരു പ്രയാസവും. ഭഗവാന്റെ കരുണ നമുക്ക് ഉണ്ടാവുകയും ഭഗവാനെ നമുക്ക് കെട്ടിയിടാൻ കഴിയുകയും ചെയ്യും. തീർച്ചയാണ്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ യശോദാമ ആരെ കെട്ടിയിട്ടത്? യശോദാമ ഭഗവാനെ കെട്ടിയത്. യശോദാമയുടെ എഫേർട്ട്, ഒപ്പം തന്നെ ആ എഫേർട്ടിൽ ഭഗവാൻ കരുണ കാണിക്കുകയോ എന്റെ അമ്മ ക്ഷീണിച്ചു പോയല്ലോ എന്ന് ആലോചിച്ച് ഭഗവാന്റെ കരുണയും കൂടി ചേർന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഭഗവാനെ കെട്ടിയിടാൻ കഴിഞ്ഞത്.
അപ്പൊ നമുക്ക് ഭഗവാനെ കെട്ടിയിടണമെങ്കിലും എന്ത് വേണം? സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട്. നമ്മുടെ അടുത്ത് ഭഗവാനെ കെട്ടിയിടണമെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ടും, പിന്നെ അതുപോലെ അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ ഭഗവാന്റെ കരുണ തീർച്ചയായും നമ്മുടെ മേലുണ്ടാവും. ഞാൻ പണ്ട് ഇതുപോലെ ഒരു മാതാജി പറഞ്ഞത് ആലോചിക്കുകയാണ്. ഒരിക്കൽ ഇങ്ങനെ മാതാജിക്ക് ഇതുപോലെ ചെന്നൈ ടെമ്പിളിലാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ടെമ്പിളില് ഡൈറ്റി ഡെക്കറേഷൻ ആണ് കിട്ടാറ്. സേവ ചെയ്യുന്നത് മാതാജി അങ്ങനെയാണ്. അപ്പൊ മാതാജിയുടെ ഫ്രണ്ട്സ് എപ്പോഴും പറയൂ അത്രേ, ഇപ്പോ നമ്മൾ ഈ സേവ ചെയ്യുമ്പോ ഭഗവാൻ നമ്മുടെ ഒപ്പം നിന്ന് ഡാൻസ് ചെയ്യണത് അറിയണോ? ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ ചോദിച്ചു ഒരിക്കൽ. അപ്പൊ മാതാജി പറഞ്ഞു, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ഇപ്പൊ വഴി? അതിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗീതാ ഗോവിന്ദം പഠിക്കുക. ജയദേവ് ഗോസ്വാമിയുടെ ഗീതാ ഗോവിന്ദം പഠിച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഗീതാ ഗോവിന്ദം പാടിക്കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഭഗവാൻ അത് ഏറ്റവും ഇഷ്ടമാവും. ഭഗവാൻ നമ്മുടെ ഒപ്പം നിന്ന് ഈ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യുന്നു. അപ്പൊ എത്രയോ എഫേർട്ട് എടുത്തിട്ട് ആ മാതാജി അതിനുള്ള ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് പഠിച്ച്, അപ്പൊ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നതാണ്. ആരും ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഒരാഗ്രഹം, ഭഗവാൻ എനിക്ക് കിട്ടണം, ഭഗവാൻ എന്റെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ മാതാജി പോയപ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും നല്ല ഗുരുവിനെ തന്നെ മാതാജിക്ക് കിട്ടുകയും അത് പഠിക്കാൻ കഴിയുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ സർവീസ് ചെയ്യുന്നതെല്ലാം ഗീതാ ഗോവിന്ദം പാടി ചെയ്യാനായിട്ട് മാതാജിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ അതിന് ശേഷം ഉണ്ടായി എന്ന് പറയണ്ടായി. അപ്പൊ അതാ പറയുന്നത്, നമ്മുടെ ആഗ്രഹം സിൻസിയർ ആവുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോ എന്താണ്, ഭഗവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു എഫേർട്ടും അതുപോലെ തന്നെ ആ എഫേർട്ട് കണ്ട് ഭഗവാന്റെ കരുണയും, ഈ രണ്ടും നമുക്ക് ആവശ്യമാണ്. പിന്നെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ പിടിച്ചു കെട്ടിയപ്പോ, ഭഗവാനെ കെട്ടിയിട്ടപ്പോ ഭഗവാൻ അതത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഭഗവാന് തോന്നി, ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ഇപ്പൊ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടു അമ്മ, അപ്പൊ ഇനിയിപ്പോ ഇതിനേക്കാൾ വലിയൊരു വികൃതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താലോ? ഇരുന്ന് ആലോചിക്കുകയാണ്, അതിനേക്കാൾ വലിയ വികൃതി എന്താ ഉള്ളത് ഇനിയിപ്പോ? ഇനിയിപ്പോ എന്റെ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കുക, അതിനേക്കാൾ വലിയ വികൃതി എന്താ ചെയ്യാന്ന് ആലോചിച്ച് നോക്കുമ്പോണ്ട് 2 വലിയ അർജുന മരങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു. ഇത് കൊള്ളാലോ. ഈ എന്താണ്, ഉരലെ മറിച്ചിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു നോക്കാം. അത് പുതിയൊരു വികൃതി കണ്ടുപിടിച്ചിട്ട് ഈ അർജുന മരത്തിന്റെ ഇടയിലൂടെ എന്താണ്, ഈ ഉരല് വലിക്കുകയാണ്. ഈ 2 അർജുന മരത്തേക്കാൾ എത്രയോ ശക്തിമാനാണ് ഭഗവാൻ. അപ്പോ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് വലിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അർജുനം ഇത് ഉരലിൽ നിന്ന് വേർപെട്ട് ഈ എന്താണ് കയറ് പൊട്ടിപ്പോവും. അപ്പൊ ഭഗവാൻ സ്വതന്ത്രനാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ശരിക്കും എന്താണ്, ഭഗവാൻ ഏറ്റവും വലിയ ശക്തിമാനാണ്. ഒരു ചെറിയ പുള്ളു കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒരു കാറ്റ് കൊണ്ടാൽ തന്നെ ആ 2 അർജുന മരങ്ങളും വീണ് പോകും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ 2 അർജുന മരങ്ങളും വീഴുകയാണ്. വലിയ ശബ്ദത്തോടു കൂടി വീണ് അതിൽ നിന്ന് 2 ഗന്ധർവന്മാർ പുറത്തു വരികയാണ്. മണിഗ്രീവനും എന്താണ്, നളകുബേരനും മണിഗ്രീവനും, 2 പേര്. അവരുടെ സ്റ്റോറി ഉണ്ട്, അത് അടുത്ത ഭാഗത്തിലാണ് പറയുന്നത്. കുറച്ച് ഭാഗം മാത്രം ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. അതായത് ഇവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ഒരിക്കൽ ഇവർ കുബേരന്റെ പുത്രന്മാരാണ് ഈ മണിഗ്രീവനും നളകുബേരനും. അപ്പൊ ഇവര് 2 പേരും ശരിക്കും എന്താ പറയാ, ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ അഹങ്കരിക്കുന്ന ആൾക്കാർക്ക് തുല്യമാണ്. കുബേരൻ എത്ര സ്വർഗത്തിലെ തന്നെ എന്താണ് ഖജാൻജി എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ ട്രഷററാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ മക്കള് ഭയങ്കര സമ്പന്നരാണ്. അപ്പൊ അവര് ഭയങ്കര അഹങ്കാരികളായി തീർന്ന് ഒരുപാട് എന്താ പറയാ, ഭൗതിക ആനന്ദത്തിൽ തൽപരരായി തീർന്നു. എന്നിട്ട് ഒരു ദിവസം ഈ നദിയിൽ കുളിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്കല്ല കുളിക്കുന്നത്, ഒരുപാട് നർത്തകിമാരോടൊപ്പം ഇങ്ങനെ
ദേവസ്ത്രീകളോടൊപ്പം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പൂർണ്ണ നഗ്നരായിട്ടാണ് അവര് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നദിയിൽ കുളിക്കുമ്പോൾ നദി എന്ന് പറയുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ അതിൽ കുളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മറയില്ലാതെ കുളിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അതന്നെ അവര് ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ മാത്രല്ല ആ സമയത്ത് ആ വഴിയിലൂടെ നാരദര് നടന്നു പോവുകയുണ്ടായി. അപ്പൊ നാരദരെ കണ്ടപ്പോ ബാക്കി സ്ത്രീകൾക്കൊക്കെ പേടിയായിട്ട് അവര് നമിച്ച് അവിടുന്ന് ഓടിപ്പോയി. പക്ഷെ ഇവര് ഈ സോമരസം കുടിച്ച് ആനന്ദിച്ച് അതിൻ്റെ ഉള്ളിൽ കടന്ന് പിന്നെയും എന്താണ് നാരദരെ ഗുരുവിനെ കാണാതെ പിന്നെ ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നാരദർക്ക് ഒട്ടും സഹിച്ചില്ല. നാരദരെ അന്ന് ശപിക്കുന്നതാണ് ഇവരെ. അങ്ങനെ ശപിച്ചാണ് ഇവര് അർജുന മരങ്ങളായി തീർന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ശരിക്കും ഈ കഥ കേട്ടാൽ നാരദരെ ഒരു വില്ലനായിട്ടാണ് തോന്നുന്നത്. ഓ എന്തപ്പ അങ്ങനെ ചെയ്ത് ഉപദേശിച്ച് വിട്ടാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ യഥാർത്ഥ ഗുരുക്കന്മാർ അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നാരദരുടെ കണ്ണിൽ എന്താണ് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കുബേരൻ അല്ലെ, കുബേരന്റെ 2 മക്കൾ ഇങ്ങനെ നീചമായ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവരെ എങ്ങനെയെങ്കിലും നല്ല വഴിയിലേക്ക് നടത്തണം എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു ഗുരു എപ്പോഴും അങ്ങനെയായിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും ആദ്യം ചെയ്യേണ്ടി വരിക എന്തായിരിക്കും? ഇതുപോലെ ശപിക്കുക അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു കാര്യം ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ദുഃഖകരമായ കാര്യം ചെയ്താലും അവർ ഓട്ടോമാറ്റിക്കലി എന്താവും? ഭഗവാന്റെ ഭാഗത്തേക്ക് അവർ ഡീവിയേറ്റ് ചെയ്ത് പോവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശാപം കൊടുത്തത്. ശരിക്കും അതൊരു അനുഗ്രഹമാണ്, ശാപമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ അത്രയും ഡീവിയേറ്റ് ചെയ്ത് ഭൗതികമായ സുഖങ്ങളിൽ അത്രയും തൽപരരായി ഭഗവാനെ മറന്നുകൊണ്ടുള്ള ആനന്ദമായിരുന്നു അവർക്ക്. അവർ അഹങ്കാരികളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അഹങ്കാരികളായവരുടെ പാതയിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് നാരദരെ അവരെ ശപിച്ചത്. നാരദർ ശപിച്ചപ്പം ഇവര് വന്ന് അപ്പോഴാണ് അവരുടെ കണ്ണൊക്കെ തുറന്നത്. എന്തപ്പോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അപ്പൊ ഇവർക്ക് വസ്ത്രം ഇടാൻ വലിയ ഇഷ്ടമില്ലാത്ത കാരണം കുറെ കാലം വസ്ത്രം ഇടാതെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് വൃക്ഷമായിട്ട് മാറട്ടെ, അർജുനമരമായി മാറട്ടെ എന്ന് ശപിച്ചത്. അപ്പൊ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോഴാണ് ഭഗവാന്റെ കാൽപാദം അല്ലെങ്കിൽ ഭഗവാന്റെ സ്പർശനം ഉണ്ടാകും. ഭഗവാൻ ഭഗവാന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ നമുക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടുമെന്ന് അനുഗ്രഹിക്കും, മോക്ഷം കിട്ടുമെന്ന്. അപ്പൊ അത്രയും കാലം, എത്രയോ യുഗം അല്ലെ, അത്രയും കാലത്തോളം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവർ നിന്നു. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടിയത് ഒരു അനുഗ്രഹമാണ്. അത്രയും കാലത്തോളം ഭഗവാന്റെ സ്മരണയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അവർക്ക് എന്താണ് അത്രയും കാലം ഭഗവത് സേവനത്തിൽ അവർക്ക് കഴിയാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു അനുഗ്രഹമാണ് ശരിക്കും നാരദർ നൽകിയത്. അല്ലാതെ നാരദർ അതൊരു ശിക്ഷയായിട്ടല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഗുരുവിൽ നിന്ന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്കൊരു ദേഷ്യം തോന്നും. അപ്പൊ ദീക്ഷാ ഗുരുക്കളാണെങ്കിലും ഏത് ഗുരുവാണെങ്കിലും നമ്മളോട് ആദ്യമൊക്കെ പറയുമ്പോൾ എന്താ എല്ലാം ചെയ്യരുത്. അപ്പൊ അതിന്റെ പിന്നിലെല്ലാം ഇതുപോലെ ഒരു അജണ്ട, നമ്മളെ നല്ല രീതിയിൽ നല്ല വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയെടുക്കണം. അത് ഏറ്റവും പ്രധാനം. പിന്നെ ഈ പറയുന്ന പോലെ ഭഗവാന് നമ്മള് എന്താ പറയാ, ഒരു കഥ പറയുന്നുണ്ട് ശരിക്കും. ഒരു കുരങ്ങന്റെയും പിന്നെ പൂച്ചയുടെയും. ഇപ്പോ ഈ ജ്ഞാനികളും അല്ലാതെ യോഗികളും ഒക്കെ അങ്ങനെയുള്ള ആളുകള് ഏകദേശം കുരങ്ങന്റെ കുട്ടി എങ്ങനെയാണ്, കുരങ്ങന്റെ കുട്ടി അമ്മേനെ അള്ളിപ്പിടിച്ചിരിക്കണം. അപ്പൊ കുട്ടിയുടെ കയ്യിലാണ് അതിന്റെ ജീവൻ ഇരിക്കുന്നത്. കുട്ടിയുടെ കൈ സ്ലിപ്പായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടി വീണ് കൈ തെറ്റിക്കഴിഞ്ഞാൽ വീണുപോകും. പക്ഷേ ഒരു പൂച്ച എങ്ങനെയാണ് പൂച്ചക്കുട്ടിയെ പിടിക്കുന്നത്? പൂച്ചയുടെ അമ്മയുടെ കൈകളിൽ പൂച്ചക്കുട്ടി സുരക്ഷിതനാണ്. അപ്പൊ ഭഗവാനെ നമ്മൾ പിടിച്ചു കെട്ടിയാൽ നമ്മൾ ഏതവസ്ഥയിലേക്ക് എത്തും? ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഭഗവാൻ നമ്മളെ പിടിക്കും, നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സംരക്ഷണവും ഭഗവാൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതില്
നമുക്കറിയാം ഈ ഇതിലെ ഒരു പ്രത്യേകമായി പറയുന്നുണ്ട്, യശോദാമയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലെ. ഒരുപാട് അനുഗ്രഹം ഈ കഥയിൽ നമുക്ക് ത്രൂ ഔട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോ ശിവനുണ്ട്, ബ്രഹ്മദേവനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, സദാ പാദസേവനം ചെയ്ത് ഭാര്യയാണ്, ഭഗവാന്റെ സഹധർമ്മിണിയാണ്. എന്നാലും ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു വിശിഷ്ടമായ പദവിയാണ് യശോദാമയ്ക്ക് കിട്ടിയത് അല്ലെ. ഭഗവാനെ പിടിച്ചു കെട്ടാൻ കഴിയുക, ഓടിച്ചിട്ട് പിടിച്ച് കെട്ടി ഭഗവാനെ സ്വന്തമാക്കുക അല്ലെ, ഭഗവാനെ കീഴടക്കുക, ഈ ലോകത്തെ തന്നെ കീഴടക്കിയ ആളെ കീഴടക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ സാധിച്ചത്. അത് വളരെ വിശിഷ്ടമായൊരു പദവിയാണ് ഭഗവാൻ യശോദാമയ്ക്ക് കൊടുത്തത് എന്നാണ് പറയുന്നത്. അത് ആർക്കൊന്നും ലഭ്യമായിട്ടില്ല, ശിവനോ ബ്രഹ്മാവിനോ ഈവൻ ലക്ഷ്മി ദേവിക്ക് പോലും ലഭ്യമായിട്ടില്ല. പിന്നെ യോഗികളെ, ജ്ഞാനികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാന്റെ ഭക്തരാണ്, ശ്രേഷ്ഠ ഭക്തരാണ്. ഇപ്പം നമുക്കറിയാം ബ്രഹ്മവാദികളുണ്ട്, അതായത് ഭഗവാന്റെ ആ ജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അവർക്ക് എന്തറിയില്ല, ഭഗവാന്റെ ആ ജ്യോതി വരെ അവരെത്തുന്നുള്ളൂ. അതായത് ഭഗവാനിൽ നിന്ന്, അത് വരുന്നത് ഭഗവാനിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാത്ത ആ ജ്യോതി, അത് ഭഗവാന്റെ ജ്യോതി മാത്രം, അതിൽ മാത്രം ധ്യാനിച്ച് അതിൽ ലയിച്ച് സ്വന്തം വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ രണ്ടാമത്തെ യോഗി, പരമാത്മാവിൽ ധ്യാനിക്കുന്നവർ. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്നവരാണ് ഭക്തർ. ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തരാവുക എന്നുള്ളതാണ്. അവർക്ക് എന്താണെന്ന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ച് ഭഗവാൻ ഇങ്ങോട്ട് നമ്മൾ എത്ര സ്നേഹം കൊടുത്തോ അതിന്റെ ഇരട്ടി സ്നേഹം ഭഗവാൻ ഇങ്ങോട്ട് തിരിച്ചു നൽകുകയും ചെയ്യും. അപ്പൊ അത് നമുക്ക് അനുഭവിക്കാനും അറിയും. അത് ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൽ നിന്ന് എത്രയോ ഉന്നതമാണ്. പിന്നെ അതാണ് ഒരു ഭക്തന്റെ സവിശേഷത. ഒരു ഭക്തന് മാത്രമാണ്, യശോദയെ പോലെ ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ പിടിച്ചു കെട്ടാനായി കഴിയൂ എന്നാണ് പിന്നെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പറയുന്നത് നളകുബേര മണിഗ്രീവന്മാരുടെ മോക്ഷം എന്ന് പറഞ്ഞ അടുത്ത ചാപ്റ്ററിലാണ് ഇനി ഇത് കൂടുതലായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ കുറെ കഥ കേട്ട് ക്ലാസ് കേട്ട് പോകുന്നതിനേക്കാൾ അതിൽ ഒരു പോയിന്റ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോ ഇന്നിപ്പോ ഈ കേട്ട കഥകളിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ എല്ലാവരും ജപിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലുള്ളത്. അപ്പൊ എല്ലാവരും കൃത്യമായി ജപത്തെ അത്രയും പ്രാധാന്യത്തോടു കൂടെ, ജപം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ഭഗവാനും ജപവും നാമജപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇത് കൃത്യമാണ്. അത് നമ്മള് ഭഗവാൻ തന്നെയാണ് ഈ നാമം എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നാമം ജപിക്കുക. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഭഗവാന്റെ സേവനങ്ങൾ, കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്നതും പിന്നെ അതുപോലെ ഭഗവാനെ സർവീസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ ചിട്ടയോടുകൂടി വീഴ്ചകളില്ലാതെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ രണ്ടും നമ്മൾ ഇത്രയും നല്ല എഫേർട്ടോടു കൂടി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാന്റെ കരുണയും നമ്മുടെ കൂടെ ഉണ്ടാവും. അത് നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും. ഇപ്പൊ ഞാൻ മുന്നേ ഒരു മാതാജിയെ കുറിച്ച് പറയുണ്ടായി, ഗീതാ ഗോവിന്ദം പഠിച്ച മാതാജിയുടെ കാര്യം. അപ്പം മാതാജി സമയമുള്ളത് കൊണ്ട് പറയാണ്, 5 മിനിറ്റ്. അപ്പൊ മാതാജിക്ക് ഒരിക്കൽ നന്നായി പാടുന്ന
മാതാജിയാണ്. നന്നായി പാട്ട് കീർത്തനങ്ങൾ ഭഗവാന്റെ ചൊല്ലുന്ന മാതാജിയാണ്. അപ്പൊ മാതാജിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സമയത്ത് അതിന്റെ ശബ്ദം ഇല്ലാതെയായി. അത് സംസാരിക്കുന്നത് പുറത്തേക്ക് കേൾക്കാനില്ല. എന്നാലും എപ്പോഴും നമ്മളെ കണ്ടാ പറയും എനിക്ക് സങ്കീർത്തനം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനത്തെ അത്രയും വലിയൊരു ഡിവോട്ടി ആയിരുന്നു. പക്ഷെ ഈ സങ്കീർത്തനം ചെയ്യാണ്ട് വരേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഭഗവാന്റെ പരീക്ഷണ ഘട്ടമായിരിക്കാം. അങ്ങനെ ഒരു ഘട്ടം ഈ മാതാജിയുടെ ജീവിതത്തിൽ വന്നു. ഇന്നും എവിടെ സങ്കീർത്തനമുണ്ട് ഈ മാതാജി പാടാതിരിക്കില്ല. അങ്ങനത്തെ ഒരു മാതാജി ആയിരുന്നു. എന്നാലോ അപ്പുറത്ത് സ്വന്തം ഭർത്താവിനോട് കുട്ടികളോട് പോലും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു സൗണ്ടും പുറത്തേക്ക് വരാത്തൊരവസ്ഥ വന്നു ജീവിതത്തില്. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു എന്താ പ്രശ്നം നോക്കിയപ്പോ കുറച്ച് ന്യൂഡ്യൂൾസ് ഉണ്ടായിട്ടുണ്ട് ഈ ത്രോട്ടിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സൗണ്ട് വരുന്നില്ല, പുറത്തേക്ക് പാടുമ്പോ സൗണ്ട് കിട്ടില്ല, ആ ന്യൂഡ്യൂൾസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ന്യൂഡ്യൂൾസ് റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പം ശബ്ദം പോയേക്കാം. ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ശബ്ദം ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ ശബ്ദം പോയേക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പോയേക്കാം എന്ന് പറഞ്ഞപ്പോ മാതാജിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ശബ്ദമില്ലാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഭഗവാനെ കീർത്തിക്കാതെ ഇരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത മാതാജി ആയതുകൊണ്ട് മാതാജി ഒരു ഉത്തരം പറഞ്ഞു ഡോക്ടറുടെ അടുത്ത്. എനിക്കൊരു പേടിയില്ല, കാരണം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എൻ്റെ വീട്ടില്, ഒരു കറുത്ത് കരിമ്പനായ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് മാതാജി തിരിച്ചു പോന്നു. പിന്നെ ട്രീറ്റ്മെന്റ് പോയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഇത് റിമൂവ് ചെയ്തേ പറ്റൂ, അല്ലാതെ സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷെ 100% വിജയകരമാവണമെന്നും ഇല്ല. ഒരു 1% അത് വിജയിച്ചില്ലെങ്കിലോ എന്നുള്ളത് മാത്രമാണ് മാതാജി ചിന്തിച്ചത്. ഓക്കെ, അപ്പൊ എനിക്ക് എൻ്റെ ആ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് നോക്കിക്കോളും, വീട്ടിലിരിക്കുന്നുണ്ട്, ആ ഫ്രണ്ട് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് മാതാജി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കൽ ഈ പറയുന്ന പോലെ സൗണ്ട് ഇല്ലാണ്ട് പിന്നെയും തുടർന്നു, ഇങ്ങനെ തന്നെ തുടർന്നു കുറേ. അത് കഴിഞ്ഞ് ഒരിക്കൽ ഇങ്ങനെ ജന്മാഷ്ടമി സമയത്ത് ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോ ഈ മാതാജിയെ കാണുമ്പോഴന്നെ എല്ലാവരും, എല്ലാ സത്സംഗികളും മൈക്ക് മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കും, നന്നായി പാടുന്ന ഒരു മാതാജി ആയതുകൊണ്ട്. അങ്ങനെയാണല്ലോ. അപ്പോ മാതാജിയെ കണ്ടതും മൈക്ക് മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്തപ്പോ മാതാജിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുനീരിങ്ങനെ ആയിട്ട്, കാരണം പാടാൻ കഴിയണില്ലല്ലോ, ഒരു തരി പോലും ശബ്ദമില്ല പുറത്ത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കരയത്രേ, സഹിക്കാൻ പറ്റാണ്ട് കരയാണ്. എവിടുന്നാ മാതാജിക്ക് ശബ്ദം വന്നത് എന്നറിയില്ല. മാതാജി ഒന്ന് എഫേർട്ട് എടുത്തു ഒന്ന് പാടി നോക്കാൻ വേണ്ടി. അങ്ങനെ എഫേർട്ട് എടുത്തപ്പോ മാതാജിക്ക് ശബ്ദം വന്നു എന്നാണ് പറയുന്നത്. ശബ്ദം വന്ന് അന്ന് ജന്മാഷ്ടമിക്ക് ഭഗവാന്റെ മുന്നിൽ പാടി. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് മാതാജിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, 100% വിശ്വാസമായിരുന്നു ഭഗവാൻ ഇത് മാറ്റി കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോ ഒരു ന്യൂഡ്യൂള് പോലും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും അത്ഭുതകരമായ സംഭവം നമുക്ക് ചുറ്റും എന്നും നടക്കുന്നുണ്ട്. നമ്മള് അതുപോലെയുള്ള ഓരോ സത്സംഗികളെ കണ്ട്, സത്സംഗത്തിന്റെ പ്രാധാന്യം തന്നെ അതാണ്. നമുക്കറിയാം ഓരോ ദിവസം സത്സംഗത്തിൽ പോകുമ്പോഴും നമ്മുടെ ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസറുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഓരോ മാതാജിമാരെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ അനുഭവത്തിൽ നിന്നും ഭഗവാൻ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. തീർച്ചയാണത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ സമയത്തും നമുക്കറിയാം, നമ്മൾ ഓരോ ദുഃഖ നിമിഷങ്ങളിലൂടെ പോകുമ്പോഴും ഭഗവാൻ എത്രമാത്രം നമ്മളെ ചേർത്ത് നിർത്തുന്നു എന്നറിയുന്ന പലരും ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. അത്ഭുതങ്ങൾ നടന്ന ഇഷ്ടം പോലെ ഡിവോട്ടികള്. അപ്പോ ഭഗവാനെ ചേർത്ത് പിടിക്കുക, ഭഗവാനെ നമ്മള് എത്രയോ ചേർത്ത് ഒരടി ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഭഗവാൻ 10 അടി അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നാണ് പറയുന്നത്. അത്രയും ഭഗവാൻ ആഗ്രഹമാണ് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തിരിയാനും ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടാനും. ഭഗവാൻ ഒരിക്കലും നമ്മുടെ ശത്രുവല്ല, ഭഗവാനിലേക്ക് എത്തിപ്പെടാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അപ്പോ നമ്മൾ ഒരു തവണ നമുക്കറിയാം, ഒരു തവണ ജപിക്കാൻ ഒരു ഫെയിലർ വന്നാൽ പിന്നെ 10 ദിവസം നമുക്ക് ജപിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാനും നമ്മളും കൂടി കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയാണ് ഈ ജപം എന്ന് പറയുന്നത്. ആ കണ്ണി വേർപ്പെടാതെ നോക്കണം നമ്മള്.
അതാണ് ഏറ്റവും പ്രധാനം. നാമജപം, കലികാലത്തിൽ നാമജപം തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഒരിക്കലും ഈ നാമജപത്തിൽ നിന്നും മാറാനോ നാമജപം മതിയാക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസം മടിപിടിച്ച് ഇന്നിട്ട് ജപിക്കേണ്ടെന്ന് കരുതാനോ ഇടവരാതെ കണ്ടിന്യൂസ് ആയി ഭഗവാനെ ജപിക്കുക. അപ്പൊ ഭഗവാന്റെ കരുണ നമ്മുടെ കൂടെ ഉണ്ടാവും. ഭക്തിയുടെ ആ പാതയിലേക്ക് നമുക്ക് ഒരു വിഘ്നങ്ങളും കൂടാതെ നടന്നു നീങ്ങാൻ കഴിയും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ. ചോദ്യങ്ങള്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡന്റ് ആണ്. എല്ലാത്തിനും ഉത്തരം കിട്ടണം എന്നൊന്നുമില്ല. അറിയുന്നതാണെങ്കിൽ ഉത്തരം പറയാമെന്ന് മാത്രം. ഹരേ കൃഷ്ണ. പറയാം. ചോദ്യങ്ങളൊന്നുമല്ല. ഇപ്പൊ മാതാജി പറഞ്ഞതുപോലെ സമാനമായ ഒരു അനുഭവമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് 3-4 വർഷം ശബ്ദമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാൻ ആദ്യം മുംബൈയിലായിരുന്നു ഞങ്ങള്. ആ സമയത്തെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു ഇത് എനിക്ക് ഉണ്ടാകുമായിരുന്നു. ഞാൻ അപ്പൊ എന്റെ പ്രൊഫഷൻ ടീച്ചറാണ്. അപ്പൊ അവിടെ വെച്ച് ട്യൂഷൻസ് ഒക്കെ ആയിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്. പിന്നെ എനിക്ക് എന്റെ ഒരു നിമിഷം മാതാജി, എന്റെ കുട്ടി എനിക്ക് 7 വർഷത്തിന് ശേഷം 8ാമത്തെ വർഷമാണ് എന്റെ മോനെ എനിക്ക് കിട്ടുന്നത്. അപ്പോ അന്ന് ഞാൻ മുംബൈയിൽ വെച്ച് ഞാൻ ട്യൂഷൻ എടുത്തതിൽ ഇങ്ങനെ കുറച്ച് കാശ് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു. കുറച്ച് വെറുതെ, എനിക്കറിയില്ല. അപ്പൊ അന്ന് കുട്ടിയില്ലാത്തതിന്റെ വിഷമമൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. കാര്യം ഈ പറഞ്ഞ പോലെ പൂന്താനത്തിനെ പോലെ ഭഗവാനുമായിട്ട് അന്നേ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അന്ന് തോന്നിയില്ല. പക്ഷെ എന്നാലും പിന്നീട് സ്വാഭാവികമാണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ ഒരു വഴിപാടുണ്ട് തൊട്ടിൽ വെക്കുക, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ വെറുതെ കരുതി ഒരു തൊട്ടിൽ ചെന്ന് തട്ടാനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെള്ളി തൊട്ടിലൊക്കെ പണിച്ചുകൊണ്ട് ഗുരുവായൂർ പോകുമ്പോ, എന്തെങ്കിലും നാട്ടിൽ പോകുമ്പോ ഗുരുവായൂർ പോകുമ്പോ കൊണ്ട് കൊടുക്കാം എന്ന് അങ്ങനെ മനസ്സിൽ തോന്നി. അങ്ങനെ വഴിപാടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ തീരുമാനിച്ചു. അത് എന്റെ അധ്വാനം തന്നെ ആയിരിക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ ഒരു പേഴ്സിൽ ഇങ്ങനെ കുറച്ച് പൈസ നീക്കി വെക്കുമായിരുന്നു. സമയമുണ്ടോ മാതാജി? അപ്പൊ അങ്ങനെ ആയിരിക്കെ അങ്ങനെ ഞാൻ അവിടെ പോയി. നാട്ടിലോട്ട് വരാനൊക്കെ പ്ലാൻ ആയപ്പോ ചെന്ന് അവിടുത്തെ തട്ടാന്മാരോട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം വേണം. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ അവരൊരു സഞ്ചി നിറച്ചിങ്ങനെ തൊട്ടിലുകൾ എടുത്ത് ഇട്ട് തരിക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്, പണിഞ്ഞു വെച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഇങ്ങനെ വഴിപാട് ഉണ്ടല്ലോ, അവിടെയും ഉണ്ട് ആ വഴിപാടുകൾ. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ അന്ന് അത് കുറേ വർഷം മുമ്പാണ്. ഇപ്പൊ എന്റെ മോന് 22 വയസ്സുണ്ട്. അപ്പൊ അപ്പൊ അന്ന് അതിന് 640 രൂപയായിരുന്നു അതിന്റെ വില. അപ്പൊ എനിക്കറിയില്ല എന്റെ പേഴ്സിൽ അത് ഉണ്ടോന്ന്. അപ്പൊ ഞാൻ ആ മാറ്റി വെച്ച് പൈസ നോക്കിയപ്പോ കറക്റ്റ് 640 രൂപയാണ്. അത് ഒരു പൈസ കൂടുതലില്ല, കുറവില്ല. അങ്ങനെ ഞാനത് വെച്ചു. പിന്നെ ഞങ്ങൾ എന്നാണോ നാട്ടില് വന്നത്, ഗുരുവായൂർ തൊട്ടിൽ വെച്ചിട്ട് ഒരു പട്ടൊക്കെ പൊതിഞ്ഞ് 1 രൂപ നാണയമൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതില് എനിക്ക് ഭഗവാൻ കുഞ്ഞിനെ തരിക, ഞാൻ അവനെ കൃഷ്ണ എന്ന് വിളിച്ചോളാം. അപ്പൊ കാരണം എനിക്ക് കണ്ണടച്ചാൽ എന്റെ മനസ്സില് ആൺകുട്ടി മാത്രമേ വരൂ. കൃഷ്ണൻ ഇങ്ങനെ വെണ്ണ കലത്തിൽ കൈയിടുന്ന ആ ഒരു രൂപം മാത്രമേ വരൂ. അപ്പൊ അതുകൊണ്ട് ഞാന് മറ്റൊന്നും പറഞ്ഞില്ല, ഞാൻ അവനെ കൃഷ്ണ എന്ന് വിളിച്ചോളാം എന്നാ പറഞ്ഞു. അപ്പോ ഭഗവാനെ കൃഷ്ണ ആ ദിവസം, അതായത് തൊട്ടിൽ വെച്ച ദിവസത്തെ കുട്ടിയാണ് എന്റെ മകൻ, 7 വർഷത്തിന് ശേഷം. അപ്പൊ അവന് കൃഷ്ണ എന്ന് വിളിച്ചു. അവനപ്പൊ വിളിപ്പേര് തന്നെ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് നല്ല ഒരു ഇതിപ്പോ തന്നെ മതിയോ, വേറെ പേര് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ അന്നൊക്കെ എനിക്ക് ഈ ഭാഗമായിട്ടൊന്നും ഇപ്പോഴാണ് ടച്ച്. അന്ന് നാരായണീയം രാമായണവും ഒക്കെയാണ് എന്റെ സ്ഥിരം. നാരായണിയാണ്. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് കൺഫ്യൂഷൻസ് വരുമ്പോഴും നാരായണിയായിരുന്നു നോക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ പൃഥു ചരിതാണ് വന്നത്. അങ്ങനെ എന്റെ മോന്റെ പേര് പൃഥു കൃഷ്ണ എന്നാണ്. അപ്പൊ അവന് 1 വയസ്സ് ഉള്ളപ്പോഴാണ് എന്റെ ശബ്ദം ഇങ്ങനെ പോവാൻ തുടങ്ങി. ഞങ്ങൾ ഭജനൊക്കെ ഈ ബംഗാളികളായിട്ട് ചേർന്ന് ഭജനൊക്കെ ഉണ്ടായിരുന്നു. അത് ശബ്ദം തീർത്തും പോയി. അപ്പൊ ട്യൂഷൻസ് പോലും എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു.
അവിടെ ഗാഡ്കൂപ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ENT ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഒരു വോക്കൽ കോഡ് പാരലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്പീച്ച് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകണമെന്ന്. പൊതുവെ എന്റെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് അങ്ങനെ ഒരു കുറച്ച് അങ്ങ് കൊണ്ടുപോയില്ല, ലേസി, അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അപ്പോ എന്റെ അമ്മ നാട്ടിലാണ്. അമ്മ പറഞ്ഞു ഞാൻ വരിക, അവളെ കൊണ്ടുവന്നിട്ട് അത് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഗൾഫിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ വെച്ചും പ്രയോജനമൊന്നുമില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കോഴിക്കോട് നടക്കാവിൽ എന്ന് പറയും, അവിടെ ഒരു മനോജ് ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്റെ മോനെ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയതാ. കാര്യം ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങോട്ടും ഇല്ല, കാര്യം എനിക്ക് പകരം പാട്ടും ഒന്നും പാടാനും ഒന്നും എനിക്കിനി വേറൊന്നും വേണ്ട, വരുന്നില്ല, ഇനി ചികിത്സയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അദ്ദേഹം ഒരു ചൊവ്വാഴ്ച കാണിച്ചു, ഫ്രൈഡേ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ. പറഞ്ഞു, എന്നെ കാണിച്ചു കമ്പ്യൂട്ടറിൽ, നോക്കൂ സ്മിത എന്നാണ് എന്റെ പേര്, സ്മിത നോക്കൂ, ഇതില് ഈ പറഞ്ഞ പാരലൈസേഷനും സംഭവം ഒന്നുമില്ല, അത് ഒരു ചെറിയ ഒരു ഇത് സിസ്റ്റം ഉണ്ട്, അത് നമുക്ക് അങ്ങ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് കിട്ടിയ ശബ്ദമൊക്കെയാണ് ഈ ആദ്യം ഈ മാല ജപിക്കാനൊക്കെ പറയുമ്പോ കണ്ടിന്യൂസ് ജപമൊക്കെ. എനിക്ക് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് ആ പ്രോബ്ലം. അത് കഴിഞ്ഞ് ഞാനൊരു 10 വർഷത്തോളം അമൃത വിദ്യാലയത്തിലൊക്കെ പഠിപ്പിച്ചു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് 30 ഡേയ്സിന് ശേഷം ഞാൻ സ്കൂളിൽ കയറിയതാ. പിന്നെ ഇതുവരെ ഭഗവാൻ എന്റെ ശബ്ദമൊന്നും കളഞ്ഞിട്ടില്ല. അതുപോലെ കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും ഒന്നൊന്നല്ല, എനിക്ക് അനുദിനം എനിക്ക് ഭഗവാന്റെ അനുഭവങ്ങൾ ഏറെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഞാനത് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഈ സത്സംഗത്തിൽ വരുമ്പോ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതാണ്, നമ്മുടെ അനുഭവങ്ങള് പരസ്പരം ഷെയർ ചെയ്യാന്നുള്ളത്. നമ്മുടെ ഇടയിൽ ഭഗവാൻ ഉണ്ടെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രൂവ് ആവും. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. സമയം കഴിയാറായി തോന്നുന്നു അല്ലെ? ഇനി ആരും ഒന്നും സംസാരിക്കണില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?